ഹലോ ഫ്രണ്ട്സ്, ഗോ ടു മൂവിയുടെ പുതിയ അപ്ഡേറ്റും അതുപോലെ മറ്റൊരു ദളപതി 69 അപ്ഡേറ്റും കുറിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ നേരെ സമയമൊന്നും നോക്കാതെ വീഡിയോയിലോട്ട് തന്നെ പോകാം. ഗോ ടു മൂവിക്ക് ടീം സൈഡ് പടത്തിന് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ തമിഴ് മൂവി റിലീസാക്കുന്നത് പോലെ അല്ലാണ്ട് വേറെ ഭാഷയിൽ റിലീസ് ചെയ്യാൻ തീരുമാനമെടുത്തു എന്ന റിപ്പോർട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഏകദേശം കൺഫേമുമാണ്. നിലവിൽ ഓവർസീസ് ഡിസ്ട്രിബ്യൂട്ടറായുള്ള ചർച്ചയിലാണുള്ളത്. അതായത് ഗോ ടു മൂവിക്ക് ഇംഗ്ലീഷ് ഡബ്ബിംഗ് റിലീസും ഉണ്ടാകുന്നതായിരിക്കും എന്നൊരു അപ്ഡേറ്റാണ് കിട്ടിയിരിക്കുന്നത്. വെറും OTT റിലീസ് അല്ല, ഓവർസീസ് തിയേറ്റേഴ്സിൽ അതായത് ഡയറക്റ്റ് തിയേറ്റർ റിലീസിലും ഇംഗ്ലീഷ് ഡബ് കൂടി പുറത്തിറക്കുന്നതാകും. അതിപ്പോൾ കൺഫേം ആയി എന്നാണ് പറയുന്നത്. ഒരു വെരി ഗുഡ് അപ്ഡേറ്റ് ആണ്. ഇംഗ്ലീഷ് ഡബിംഗ് പടത്തിന് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും ഓവർസീസിലൊക്കെ. അപ്പോൾ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് എന്ന ഭാഷകളിലാകും ഗോ ടു റിലീസിലെത്തുക. കന്നഡ ഡബ് അപ്ഡേറ്റ് ഒന്നും അറിയില്ല, ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അറിയില്ല, നോക്കാം. മലയാളം ഡബ് എന്തായാലും തിയേറ്റർ റിലീസിലില്ല. അടുത്തത് ദളപതി 69 പുതിയ ട്രെൻഡിങ് ആയി റൂമർ പോകുന്നുണ്ട്. മൊത്ത സോഷ്യൽ മീഡിയയും ഏറ്റെടുത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന റൂമർ കൂടി ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദളപതി 69 മോഹൻലാലും വരുന്നൊരു വാർത്ത. വിനോദ് ദളപതി 69 വേണ്ടി മോഹൻലാലിനോട് ഡേറ്റ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വൻ റൂമർ ഇന്നലെ രാത്രി ട്രെൻഡായി പോകുന്നുണ്ട്. പക്ഷെ ഇത് റൂമർ ആയതുകൊണ്ട് തന്നെ എത്ര ട്രസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഇത് സംഭവിച്ചാൽ കേരളത്തിൽ ലീഔട്ട് വെച്ച് പോയ റെക്കോർഡൊക്കെ ഈ ദളപതി 69 അങ്ങോട്ട് തൂക്കി വിടും. ഒരു ദയ പോലും ഇല്ലാത്ത റെക്കോർഡാണ് അടിച്ചു തൂക്കി വിടുന്ന പറയാം. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള 2 ആക്ടേഴ്സാണ് വിജയും മോഹൻലാലും. രണ്ടുപേരും ഈ ടൈമിൽ ഒന്നിക്കുമ്പോൾ ഫാൻ ഷോ മുതൽ റെക്കോർഡ് തുടങ്ങും കേരളത്തിൽ. പക്ഷെ മോഹൻലാൽ ഒരുപാട് മൂവീസ് കമ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ റൂമർ നമ്മൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്യേണ്ട. വന്നാൽ കൊള്ളാം, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഷെയർ തട്ടിയിടുക. സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബട്ടൺ തട്ടിയിട്ട് കൊള്ളായിരുന്നു. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.